നമസ്കാരം. ഞാൻ ഡോക്ടർ രാകേഷ് കുമാർ ഝാ. എപ്പോൾ കല്യാണത്തിന് പോയാൽ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനിൽ പോയാൽ എല്ലാവർക്കും ഒരു സംശയം എന്താ വെച്ചാൽ എന്താ കഴിക്കണ്ടേ, എന്താ കഴിക്കാൻ നിൽക്കണം, നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. ഇത് നമ്മൾ പ്രമേഹ രോഗിയാണല്ലോ, മധുരം കഴിക്കാവോ, ജലേബി കഴിക്കാവോ, ഐസ്ക്രീം കഴിക്കാവോ, എന്താ ഡോക്ടർ കഴിക്കണ്ടേ, എന്താ കഴിക്കാണ്ട് നിൽക്കണം, അതൊക്കെ ഒരു സംശയം എല്ലാവർക്കും ഉണ്ട്. കോമൺ സംശയമാണ്, സംശയം ഉണ്ടാവണം. അപ്പോൾ എൻ്റെ കൺസെപ്റ്റ് പ്രകാരം ഞാൻ എൻ്റെ പേഷ്യൻസിനോട് ഇത് ഓപ്പണായിട്ട് പറയാറുണ്ട്. നിങ്ങളുടെ അടുത്ത് കൂടി ഷെയർ ചെയ്യാനെന്ന് വിചാരിച്ചു. എന്താ, നമ്മളിപ്പോൾ ഷുഗർ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ഭാഗമായി മാറി. ഒരു പ്രമേഹ ശരീരത്തിൽ വന്നാൽ പ്രമേഹ രോഗിയാണ് എല്ലാവരും പറയാം. പക്ഷെ പ്രമേഹം നമ്മുടെ ശരീരത്തിൽ വന്നാൽ അതിന് കൂടി നമുക്ക് മുന്നോട്ട് പോകണം. അല്ലാതെ അത് പേടിച്ചിട്ട് നിന്നിട്ട് ഇതേ കഴിക്കണ്ട അതേ കഴിക്കണ്ട, അത് ശരിയാവില്ല. കാരണം നമുക്ക് ഈ ആകെ ഒരു ജീവിതമാണ്. അപ്പം നമ്മളത് ആസ്വദിച്ചിട്ട് പോകണ്ടേ. അപ്പം ഈ ജീവിതത്തിൽ ഭക്ഷണം കഴിക്കാനുണ്ടാവും, എവിടെ കടങ്ങാനുണ്ടാവും, പല കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. അപ്പം അത് ഒരുമിച്ച് കൂടി നമ്മൾ ചെയ്താലല്ലേ ജീവിതം. അപ്പം സിമ്പിൾ വേർഡ്സിൽ പറയാം. സപ്പോസ് ഒരാളിനോട് ഞങ്ങൾ പേഷ്യൻസിനോട് പറയും എന്താ വെച്ചാൽ മധുരം കഴിക്കരുത്, പിന്നെ പഞ്ചസാര ഉള്ള പരിപാടി ഒന്നും വേണ്ട, പിന്നെ മൈദ ഉള്ള ഐറ്റംസ് ഒക്കെ പരമാവധി ഒഴിവാക്കാം. ഇതാണ് കോമൺ ആയിട്ട് പറയാറുണ്ട്. പക്ഷേ സപ്പോസ് നമ്മളൊരു കല്യാണത്തിന് പോകുമ്പോൾ എന്തായി പോയി ഒന്ന് ചിന്തിക്കണം. കല്യാണത്തിന് പോകുമ്പോൾ നമ്മൾ പോകുന്നത് എന്തുകൊണ്ടാണ്? ഈ ഒരു മനസ്സമാണ് റിലാക്സേഷൻക്ക് വേണ്ടി. എന്താ, നല്ല ഭക്ഷണം ഉണ്ടാവും, നമ്മൾ ഭക്ഷണം കഴിക്കുക, ഫ്രണ്ട്സിനെ കാണുക, ആസ്വദിക്കുക, അതൊന്നും നമ്മൾ പോകുന്നു കല്യാണം കാണാൻ വേണ്ടി. അപ്പോൾ അവിടെ പോയിട്ട് എല്ലാവരും എല്ലാവരും അവിടെ ഐസ്ക്രീം കഴിക്കുന്നുണ്ടാവും, ജലേബി കഴിക്കുന്നുണ്ടാവും, പായസം കഴിക്കുന്നുണ്ടാവും. പക്ഷെ ഒരു പ്രമേഹ രോഗിയായിട്ട് ഞാൻ അവിടെ പോയാൽ അഥവാ അപ്പം എന്താക്കും? അയ്യോ ഈശ്വര, എനിക്ക് കഴിക്കാനാവില്ല, എനിക്ക് ഷുഗറാണ്, എനിക്കിത് പറ്റൂല. അപ്പം നമ്മൾ മനസ്സാലോചിക്കുന്നത് എന്താ വെച്ചാൽ നമുക്ക് പായസം വേണം, ജലേബി വേണം, ഐസ്ക്രീം വേണം, പക്ഷെ അവിടെ കഴിക്കാനാവുന്നില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവ് ഇഫക്റ്റായി വരാം. മീൻസ് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹോർമോൺസ് നമുക്കിത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഷുഗർ ഒടുക്കിൽ കൂടൂല, അങ്ങനെയൊന്നുമില്ല. ചിലപ്പോൾ ഉൾട്ട റിയാക്ഷൻ ആവാം, നമ്മൾ ആഗ്രഹിച്ചു പോയല്ലോ. അപ്പം അതുകൊണ്ടാണ് കല്യാണത്തിന് അല്ലെങ്കിൽ എവിടെ സ്പെഷ്യൽ പാർട്ടിയോ അങ്ങനെ പോയാൽ നമുക്ക് എവിടെയുള്ള പായസമോ മധുരമുള്ള സാധനം കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ വളരെ ശ്രദ്ധിക്കുക. എന്താ വെച്ചാൽ കൂടുതൽ കഴിക്കണ്ട. സപ്പോസ് ഒരു വേറെ ആൾ 3-4 ഐസ്ക്രീം കഴിച്ചാൽ നിങ്ങൾ ഒരു ഐസ്ക്രീം കഴിച്ചാൽ മതി. മറ്റേ ആൾക്കാരൊക്കെ ഒരു 2 കപ്പ് പായസം കുടിച്ചാൽ നിങ്ങൾ 1 കപ്പ് പായസം കുടിച്ചാൽ മതി. അത് നമുക്ക് ചെയ്യാമല്ലോ. ഇല്ലെങ്കിൽ ഒരു യാത്ര പോയാൽ വേറെ ഭക്ഷണം കാര്യങ്ങൾ അങ്ങനെ കാര്യമായിട്ട് ഒരു ഹോട്ടൽ കയറിയിട്ട് അവിടെ നോക്കുമ്പോൾ പൊറോട്ട ഉണ്ട്, ബീഫ് കറി ഉണ്ട്, ഇതിൽ പൊറോട്ട ചിക്കൻ ഉണ്ട്. അപ്പം എന്താക്കും? അയ്യോ എനിക്ക് ഷുഗറാണ്, ഞാൻ കഴിക്കില്ല, അങ്ങനെ പറ്റില്ലല്ലോ. അപ്പം ആ സമയത്ത് പൊറോട്ട കറി കഴിക്കുക. അങ്ങനെ നിങ്ങൾക്ക് ജീവിതം ആശ്രയിച്ചിട്ട് മുന്നോട്ട് പോവാം. അല്ലാതെ പേടിച്ചിട്ട് ഇത് കഴിക്കേണ്ട അതേ കഴിക്കേണ്ട, അതൊരു തീരെ ശരിയില്ല. പരമാവധി നമുക്ക് കൺട്രോൾ ചെയ്യാം. കൂടാതെ സ്ട്രിക്റ്റ് ഡയറ്റ് ഞാൻ എപ്പോൾ പറയാറുണ്ട്, വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നിങ്ങൾ ഇങ്ങനെ ചില ഭക്ഷണം കൺട്രോൾ ചെയ്തിട്ട് പോയാൽ അത് നമുക്ക് എന്തായി പോയി, അത് ശരിയില്ല. കാരണം നമുക്ക് സ്ട്രിക്റ്റ് ഡയറ്റിൽ എത്ര മാസം എത്ര കൊല്ലം വരെ നമ്മൾ പോകും, നമുക്ക് ആശ്രയിച്ച് ജീവിക്കണ്ടേ. അപ്പം അതുകൊണ്ടാണ് നമുക്ക് ഡെയിലി റുട്ടീനിന് ചെറിയ മാറ്റം വരുത്തിയിട്ട് അതിന് കൂടി ജീവിക്കാൻ നോക്കാം. അതെന്ന് വെച്ചാൽ ഡെയിലി നമുക്ക് റുട്ടീൻ ഫോളോ ചെയ്യാൻ പറ്റും. ലോങ് ലൈഫിൽ ബോറിംഗ് ഉണ്ടാവില്ല. അത് നമ്മൾ വല്ലാതെ ശ്രദ്ധിക്കണം. അല്ലാതെ ഇതേ കഴിക്കരുത് അതേ കഴിക്കരുത് അങ്ങനത്തെ ജീവിക്കാൻ അത് ശരിയില്ല. പ്രമേഹം നമ്മൾ കൂടെ പോകും, അതെവിടെ പോകാനില്ല. അത് കൺട്രോളാക്കി വെക്കണം. പിന്നെ എക്സസൈസ് അറിയാതെ നിർബന്ധമായിട്ട് ചെയ്യണം. കാരണം എക്സസൈസ് ചെയ്താൽ നമുക്ക് കുറേയൊക്കെ ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതാണ് നിങ്ങൾ കൂടി ഞാൻ ടിപ്സ് ഷെയർ ചെയ്യാൻ വിചാരിച്ചു. മധുരം നമ്മുടെ ഉടുക്കിൽ നമുക്ക് വല്ലാണ്ട് ശത്രുവാക്കി കാണരുതേ, ഇല്ലെങ്കിൽ പിന്നെ മൈദ ശത്രുവാക്കി കാണരുതേ, ഇല്ലെങ്കിൽ ബേക്കറി ഇല്ല. അത് നമുക്ക് സൈഡാക്കി വെക്കാം. നമുക്ക് ലിമിറ്റ് ആയിട്ടുള്ള ആവശ്യം നോക്കിയിട്ട് മാത്രം കഴിക്കുക. ബാക്കി നോർമൽ ഫുഡൊക്കെ നമ്മൾ എന്താ കഴിക്കുന്നത് അത് ഫോളോ ചെയ്യണം. ലൈക്ക് രാവിലെ ഇഡ്ഡലി ദോശ വട എന്താ കഴിക്കുന്ന ആളുണ്ടെങ്കിൽ മലയാളികൾ ഇതിലെ ഭക്ഷണം ഉച്ചയ്ക്ക് ചോറാണ്, രാത്രി ചപ്പാത്തിയാണ്, അങ്ങനെ തന്നെ കഴിക്കുക. അല്ലാതെ വല്ലാതെ മാറ്റം വരുത്തിക്കുന്നൊരു ആവശ്യമില്ല. പിന്നെ എക്സസൈസ് ചെയ്യുക. ഇതൊക്കെ മാത്രം ചെയ്യുമ്പോൾ നമ്മൾ വളരെ സന്തോഷമായിട്ട് ഡയബറ്റീസിനെ കൂടി നമുക്ക് മുന്നോട്ട് പോവാം. ഫ്രൂട്ട്സ് എന്ത് ഇഷ്ടമെന്ന് വെച്ചാൽ ഫ്രൂട്ട്സ് കഴിക്കുക. പക്ഷേ ലിമിറ്റ്. അപ്പോൾ മാങ്ങ സീസൺ വന്നാലും എന്താക്കും? മാങ്ങ തൊടില്ല, എന്താ എനിക്ക് ഷുഗറാണ്, എന്താ കുഴപ്പം? ഒരു മാങ്ങ കഴിച്ചാൽ എന്താ പ്രശ്നം? ഒരു കുഴപ്പമില്ല. നാടൻ ചക്ക കിട്ടിയാൽ എന്താക്കും? ആഗ്രഹിക്കുന്നുണ്ട്, മകൻ കഴിക്കണം, മകന് ഭാര്യ കഴിക്കണം, മക്കൾ കഴിക്കണം. പക്ഷെ നമുക്ക് ആഗ്രഹമായിട്ടും ഷുഗർ ആയത് നമുക്ക് കഴിക്കാനാവുന്നില്ല. അതെന്താ?
നമുക്കൊരു 2 ഇത് ചക്ക കഴിച്ചാൽ കുഴപ്പം, അതൊക്കെ കഴിച്ചുകൊണ്ട് കൂടി മുന്നോട്ട് പോകണം. അപ്പോൾ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും, ഓരോ കാര്യത്തിൽ വിഷമിക്കേണ്ട, നല്ല അടിച്ചു പൊളിച്ച് ആസ്വദിച്ചിട്ട് കൺട്രോളിൻ്റെ കൂടെ പോകാം കേട്ടോ. താങ്ക് യു. ഇനി അടുത്ത ഡൗട്ട്സിൻ്റെ കൂടെ അടുത്ത വീഡിയോയിലേക്ക് വരാം. നമസ്കാരം.